ഹായ് ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, മോർണിംഗ് റൊട്ടീൻ. അപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ജോലിയൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണിയൊക്കെ തീർന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് എൻ്റെ 4:30 ആയപ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് ജസ്റ്റ് ഒരു കർപ്പൂരമൊക്കെ ഒന്ന് കത്തിച്ച് വയ്ക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കർപ്പൂരം ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മംഗൾദീപ് പറഞ്ഞിട്ടുള്ള സാമ്പ്രാണിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ കടയിൽ പോകുമ്പോൾ ഞാൻ മണത്ത് നോക്കിയിട്ട് ഏതാ നല്ലതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഇതാ രാവിലെ നീച്ച് നമ്മൾ കിച്ചണിക്ക് വരുമ്പോൾ കിച്ചണ് നല്ല നീറ്റായി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റില്ലേ. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ അപ്പം തന്നെ പാത്രമൊക്കെ എടുത്ത് കഴുകിയിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കെല്ലാം പെട്ടെന്ന് തീരും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസം ആയത് കാരണം തന്നെ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുള്ളത്. അതുപോലെ തന്നെ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല. നോൺ വെജ് വീട്ടിൽ ബാക്കി എല്ലാവരും കഴിക്കും, പക്ഷെ ഞാൻ മാത്രമായിട്ട് കഴിക്കാത്തുള്ളൂ. അത് ചെറുപ്പം മുതലുള്ള ശീലമാണ്. കാരണം വീട്ടിൽ അമ്മ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചെറുപ്പത്തിലുള്ള ശീലം അതേപോലെ അങ്ങനെ തുടർന്നു കൊണ്ടുവരണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാ ജനലും ഒന്ന് തുറന്നിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് നല്ല ശുദ്ധമായ വായു നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് എയർ കിട്ടും. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ദോശയാണ്, അതിക്ക് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ആയി, ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ എന്താ അത് ചെയ്യാതിരുന്നെന്നുള്ളതൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഇതാ ഞാൻ ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയപ്പോൾ അതിൻ്റെ കുറച്ച് താഴെ പോയിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ടൈലിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ തുടച്ച് വെച്ചു. തുടച്ചിട്ടില്ലെങ്കിൽ അത് അങ്ങനെ അവിടെ ഇട്ട് അത് പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ പാത്രങ്ങളാണെങ്കിലും പെട്ടെന്ന് കഴുകിക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ചില സമയത്ത് ഞാനും അങ്ങനെ തന്നെയാണ്, ഭയങ്കര മടിയാണ്, അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വയ്ക്കും. അപ്പോൾ നമുക്ക് എന്താവും, മടിയെ മല ചുമക്കും എന്ന് പറഞ്ഞ പോലെ കുറേ ഉണ്ടാവും പാത്രം. പക്ഷെ നമ്മൾ അപ്പം കഴുകിയൊക്കെയാണെങ്കിൽ പാത്രമൊക്കെ കുറച്ചായിരിക്കും. മാക്സിമം അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. അപ്പോൾ ചില ദിവസമൊക്കെ എന്തായാലും എല്ലാവർക്കും മടിയൊക്കെ ഉണ്ടാവുമല്ലോ, അന്നത്തെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ ദോശ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മിന്നു എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെപ്പോഴും ഞാൻ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോഴും പിന്നാലെ വരും അവൾ. അപ്പോൾ ചെറുപ്പം തൊട്ട് അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കാവണ സമയത്ത് അവരെയും കൂടെ കൂട്ടിയിട്ടാണല്ലോ എല്ലാം ചെയ്യുക. അപ്പോൾ ആ ഒരു ശീലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പേപ്പറല്ല, കുറേ പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് അതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് തൊലി കളഞ്ഞിട്ട് അത് അപ്പം തന്നെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്, നമുക്ക് പുറത്തൊന്നും ആവില്ല. അപ്പോൾ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പേപ്പർ ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേസ്റ്റ് കളയാൻ പറ്റും. പിന്നെ ഞാൻ കൂടുതലും ഈ ഉള്ളിത്തൊലിയൊക്കെ ചെടീൻ്റെയൊക്കെ ചുവട്ടിലാണ് കേട്ടോ കൊണ്ടിടാറ്. അപ്പോൾ അധികം കിച്ചണിൽ പരന്ന് കിടക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ടിപ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എന്താ ഒരു സവോളയാണ് കേട്ടോ അതിക്ക് എടുത്തിട്ടുള്ളൂ. ഒരു സവോള, ഒരു തക്കാളി, ഒരു 2-3 വെളുത്തുള്ളി, പിന്നെ ഒരു ഇഞ്ചി, ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം കൂടെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവോള നന്നായിട്ട് ചെറുതാക്കി അരിയുക. അതിന് ശേഷം ഈ മറ്റേ വെളുത്തുള്ളി ഇല്ലേ അത് ചതയ്ക്കുക, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതയ്ക്കുക. പിന്നെ തക്കാളി അരിഞ്ഞ് വയ്ക്കുക. ഞാൻ പച്ചമുളക് ഇടുന്നില്ല, കാരണം എരിവ് കൂടുതലായാൽ മിന്നു കൂട്ടില്ല. പിന്നെ അവൾക്ക് ഈ വയറിന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉള്ള കാരണം അധികം എരിവ് കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡോക്ടർ. അല്ലെങ്കിൽ നമ്മൾ പൊടികൾ ഇടണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഇടാം. അല്ലെങ്കിൽ പൊടികൾ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടാറില്ല ഞാൻ, ഏത് കറിയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് സവാളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
അതിനുശേഷം ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം പൊടിയോളം ഇടുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് കറിയല്ല, അങ്ങനെ തന്നെയാണ് കൂടുതലും വയ്ക്കുക. പിന്നെ ഞാൻ പല രീതിയിലും വെക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ തേങ്ങ അരച്ച് വെക്കാറുണ്ട്, ചിലപ്പോൾ തേങ്ങ പാലൊഴിച്ച് വെക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഉള്ളി വഴറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് ശേഷം അതാ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റി അതിന് ശേഷം അതാ മറ്റേ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ഇതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ കുക്കറിൽ ഗ്രീൻ പീസും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് കുറച്ച് തിള വരിക മീൻസ് കുറച്ച് ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഏട്ടൻ 6:30 ഇറങ്ങും കേട്ടോ വീട്ടിൽ നിന്ന്. രാവിലെ 6:30 ഇറങ്ങിയിട്ട് 3 മണി 3:45 ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെയാണ് കേട്ടോ ഡ്യൂട്ടി ടൈം. അപ്പോൾ അത് ഏട്ടൻ പോയി. അതിനുശേഷം ഞാൻ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചായയും ദോശയപ്പവും അപ്പവും കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ട് കഴിച്ചു. അതിനുശേഷം മിന്നുവിന് ലീവാണ്. അപ്പോൾ ദാ മിന്നുവിന് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ അവളുടെ കുറേ രാവിലെ എൻ്റെ കൂടെ എണീറ്റ കാരണം തന്നെ കുറേ സാധനങ്ങൾ ഫുള്ള് വലിച്ചിട്ടിട്ടുണ്ട് അവിടെ. അവളുടെ ടോയ്സ് മൊത്തം ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലാണ് ഇട്ട് വെക്കാറുള്ളത്. അപ്പോൾ അത് ഫുള്ള് അവിടെയൊക്കെ പരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. എടുത്ത് വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ കൊണ്ടുവയ്ക്കുക. അവൾക്ക് കിട്ടണവിടെ തന്നെ വെക്കാറ്. അവൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കളിച്ചാൽ പിന്നെ അതെടുത്ത് വെച്ചാൽ മതിയല്ലോ. ചിലപ്പോൾ അവൾ തന്നെ എടുത്ത് വെക്കും. മാക്സിമം ഞാൻ തന്നെയാണ് കേട്ടോ എടുത്ത് വെക്കാറ്. അവൾ എപ്പോഴെങ്കിലൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രമേ എടുത്ത് വെക്കാറുള്ളൂ. പിന്നെ ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒരു തുണി എടുത്ത് തുടച്ച് വിടുന്നുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ പൊടിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാണ്. അതിനുശേഷം നമ്മളിതാ കിച്ചണിലോട്ട് കടന്നിരിക്കുകയാണ്. അതോടെ അത്യാവശ്യം നല്ല രീതിയിൽ പരന്നിട്ടുണ്ട്. പരക്കാൻ മീൻസ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് പാത്രങ്ങൾ ഇതപ്പോൾ കുക്കർ ആക്കിയിട്ട് അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അപ്പം തന്നെ കഴുകി വയ്ക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടായില്ല. അപ്പോൾ കുറേശ്ശെ അങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം എല്ലാം ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ നീറ്റായിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കണം. എല്ലാം, അതായത് കുക്കിംഗ് ഫുള്ള് തീർക്കുക, അതിനുശേഷം നീറ്റാക്കി വയ്ക്കുക. പിന്നെ അതങ്ങനെ ഇരിക്കും. പിന്നെ വൈകിട്ടത്തേക്ക് ചിലപ്പോൾ രാവിലെ വെച്ച് ചോറിന് ഉണ്ടാവുമായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടതായിട്ടേ വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചു വിടുക. അല്ലെങ്കിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വൈപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതില്ലേ ഗ്യാസ് സ്റ്റൗവ് ജസ്റ്റ് സോപ്പിട്ടിട്ട് കഴുകും. നമ്മുടെ സ്ക്രബ്ബർ വെച്ചിട്ടോ സ്പോഞ്ച് പോലത്തെ സ്ക്രബ്ബർ വെച്ചിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കൂടുതൽ അങ്ങനെയാണ് കഴുകാറുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മറ്റേ ക്ലോത്ത് വെച്ചിട്ട് സോപ്പ് ആക്കിയിട്ട് തുടച്ചെടുത്താലും മതി. നല്ല നീറ്റാവട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല. പിന്നെ നമുക്ക് കിച്ചണിലോട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു സമാധാനമാണ് കാണുമ്പോൾ. പിന്നെ നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പരന്ന് കിടക്കുകയാണെന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചവിട്ടി ഇടുന്നത് പഴയ ഒരു ചവിട്ടി എടുത്തിട്ടിട്ട് ഇടുക. കാരണം അതിലേക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ അതിലായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇടാറുള്ളത്. പിന്നെ അതെ ഈ പൂവുണ്ടല്ലോ, ഞാൻ ബാൽക്കണിയിൽ വെച്ചിട്ടുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല വ്യൂ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെ എണീറ്റ് എപ്പോഴും ഞാൻ പോയി നോക്കി അതിനെ കെയർ ചെയ്തിട്ടാണ് കേട്ടോ വരിക. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ അടുത്തുള്ളൊരു മലയാണ്. മലയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു പേടിയാണില്ലേ, വയനാട്ടിൽ സംഭവിച്ച ദുരന്തമൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പോൾ മല കാണുമ്പോൾ നമുക്ക് അതാണ് ഓർമ്മ വരിക. ഏത് മലയും പുഴയും കണ്ടാലൊക്കെ നമുക്ക് അതാണ് ഓർമ്മ വരിക. കാരണം ഒരുപാട് ആൾക്കാർ അതിൽ പെട്ടുപോയി, മരിച്ചു പോയൊരു അങ്ങനെ മരിച്ചു. പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്കത്
എത്രയായാലും അവരുടെ ജീവിതകാലം മൊത്തം അവർക്കതൊരു പേടി വീട്ടിലെല്ലാവരെയും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതൊക്കെ കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.